ഹായ്, ഞാൻ നാജ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജ തട്സ് അടുക്കള. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പട്ടിയാല ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് പുലാവ്, റോട്ടി, നാൻ, പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. 750 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് വാഷ് ചെയ്ത് അരമണിക്കൂർ നാരങ്ങ വെള്ളത്തിലിട്ടെടുത്തതാണ്. ഈ പീസ് മീഡിയം വലിപ്പമുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് വേണ്ടത് 2 ഏലക്ക, 2 ഗ്രാമ്പു, 1/2 ഇഞ്ച് പട്ട, പിന്നെ മീഡിയം സൈസിലുള്ള 4 സവോള ചെറുതായിട്ട് മുറിച്ചതാണ്, 2 മീഡിയം സൈസ് തക്കാളി ഫൈന് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 1 ടീസ്പൂൺ ചെറുതായിട്ട് മുറിച്ച വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറുതായിട്ട് മുറിച്ച ഇഞ്ചി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 പച്ചമുളക് നല്ല ഫൈനായിട്ട് കട്ട് ചെയ്ത്, പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഏലക്ക, ഗ്രാമ്പു, പട്ട ഇട്ട് കൊടുത്തു. അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, ഫൈനായിട്ട് കട്ട് ചെയ്ത് വെച്ച് അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ, 4 എണ്ണം, അതും ചേർത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ, വല്ലാതെ ബ്രൗണായി പോകരുത്, നല്ലൊരു ബ്രൗൺ കളറാണ്, കണ്ടോ, ഈ കളറാവണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ച മണമെല്ലാം പോണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച ടൊമാറ്റോ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോനെ വഴറ്റി വേണം വേവിക്കാനായിട്ട്. അത് നല്ല സോഫ്റ്റ് ആവണ വരെ നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക്, അത് കരിയൊന്നും ചെയ്യരുതല്ലോ, അതുകൊണ്ട് നമുക്കൊരു 1/4 കപ്പ് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എപ്പോഴും ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ. ആ ചൂടുവെള്ളം ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ടൊമാറ്റോ വെന്തു. അതിൽ നിന്ന്, ആ മസാലയിൽ നിന്ന് നമുക്കൊരു പകുതി മസാല എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് ലാസ്റ്റ് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ, വരാത്ത ഹൈ ഫ്ലെയിം ആവരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ലപോലെ മസാലയെല്ലാം ചിക്കനിൽ നിന്ന് കോട്ടാവണ വരെ ഒരു 5 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം നമുക്ക് ഈ ചിക്കനെ അടച്ചിട്ട് ചെറിയ തീയിൽ ചിക്കൻ വേവണ വരെ വേവിക്കണം. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത
ഇൻഗ്രീഡിയൻസ് ആണ് ഗ്രേവിക്ക് വേണ്ടത്. നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ക്യുമിൻ സീഡ് ചേർത്ത് കൊടുത്തു. അത് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ അതൊന്ന് വഴന്ന് വരട്ടെ. കരിഞ്ഞു പോകരുത്, നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇത് 1 കപ്പ് മേത്തിയില ഉലുവയില ചെറുതായിട്ട് മുറിച്ച് അതിൽ ഉപ്പ് ചേർത്ത് കുറച്ച് നേരം വെച്ചു. എന്നിട്ട് ആ കയ്പുള്ള വെള്ളം കളഞ്ഞിട്ട് സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തു. അതാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവോള ഡൈസ് ചെയ്തതും 1 ക്യാപ്സിക്കം ഡൈസ് ചെയ്തതും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ എന്നിട്ട് നല്ലതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. പച്ചമണമെല്ലാം പോണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഫ്രഷ് മേത്തിയില ഇല്ലെങ്കിൽ നമുക്ക് കസൂരി മേത്തി ഉപയോഗിക്കാം കേട്ടോ, ഫ്രഷ് മേത്തിക്ക് പകരമായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാലയുണ്ടല്ലോ അത് ചേർത്ത് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴറ്റി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു 3-4 മിനിറ്റ് വഴറ്റണം കേട്ടോ, ലോ ഫ്ലെയിമിൽ. അതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒരു 3-4 മിനിറ്റ് നമ്മൾ ഇത് കുക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ ഗ്രേവി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് അടുപ്പിലിരുന്ന് വെന്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ഗ്രേവി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനും മസാലയും കൂടെ, ചിക്കൻ ഓൾറെഡി വെന്താണ്, പിന്നെ ഈ ഗ്രേവിക്കകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവട്ടെ. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് ഒരു ഗ്രീൻ ചില്ലി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും 1/2 ഇഞ്ച് ഇഞ്ചി നീളത്തിൽ മുറിച്ചതും ജിഞ്ചർ ജൂലിയൻ ചെയ്തതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കസൂരി മേത്തി, അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി വെച്ചതാണ്, ഞാൻ കൈവച്ചെന്നിട്ട് ഒന്ന് പൊടിച്ചു കൊടുക്കുക പൗഡറായിട്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതൊന്ന് പൗഡറാക്കി കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മേത്തി ലീഫ് ഫ്രഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കസൂരി മേത്തിയും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഫ്രഷ് മേത്തി ലീവ്സ് അല്ലേ ഉപയോഗിച്ചേ. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ്. അതിനുശേഷം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കാഷ്യൂനട്ടൊക്കെ ചേർക്കണതുകൊണ്ട് വളരെ ടേസ്റ്റാട്ടോ ഇതിന്. ഈ ജീര റൈസിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നല്ലപോലെ ക്രീം ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുള്ള പൊറോട്ടയാണെങ്കിലും നല്ലതാട്ടോ, നമുക്കൊക്കെ പൊറോട്ട നല്ല ഇഷ്ടമാണല്ലോ. അല്ല റോട്ടി, നാൻ, ഇതിനെല്ലാം നല്ല ഒരു സൈഡ് ഡിഷാണിത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് വെച്ചേക്കോട്ടോ, എന്നിട്ടാണ് ഞാൻ ക്രീം ചേർത്തത്. അപ്പോൾ നമ്മുടെ പട്ടിയാല ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയില ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.